ദ ജേർണലിസ്റ്റിലേക്ക് ഇനിയൊരു വെടിനിർത്തൽ കരാറിന്റെ വിദൂര സാധ്യതകൾ പോലും ഇല്ലാത്ത വിധത്തിൽ അമേരിക്കയെ തലങ്ങും വിലങ്ങും അടിച്ചിരുത്തിയിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള മാരകമായ ആക്രമണങ്ങളാണ് ഓരോ മണിക്കൂറിലും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക മേഖലകളിലേക്ക്, സൈനിക താവളങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ യുദ്ധം ഇനി അവസാനിപ്പിക്കാൻ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ട്രംപിന് കഴിയില്ല. കാരണം ഇതുവരെ ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് പലസ്തീൻ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ ശക്തമായ തിരിച്ചടി കിട്ടിയാൽ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു താൽക്കാലിക വെടിനിർത്തൽ. അതായത് അടികൊണ്ട് മടുക്കാൻ തുടങ്ങുന്നു, പിടിച്ചു നിൽക്കാൻ കളമില്ലാതെ വരുന്നു, ഇനിയും യുദ്ധം തുടരുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാകുന്നു എന്ന ഘട്ടം വരുമ്പോൾ ട്രംപ് ഉടനെ തന്നെ സമാധാന ദൂതന്റെ വേഷമെടുത്തണിയും. അല്ലെങ്കിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റാണോ, അമേരിക്കയുടെ പ്രതിനിധിയാണോ, അവര് സമാധാന ദൂതരുടെ വേഷമെടുത്തണിയും. എന്നിട്ട് പറയും മധ്യസ്ഥ രാജ്യങ്ങളോട് നിങ്ങൾ പോയി സമാധാനം ചർച്ച ചെയ്യൂ എന്ന്. അമേരിക്കയുടെ ഈ നെറികെട്ട കളിയെക്കുറിച്ച് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന അറബ് നേതാക്കൾ ഉടൻ തന്നെ നേരെ സമാധാനം ചർച്ചിക്കാനായിട്ട് പോകും. അല്ലാതെ അമേരിക്കയെ നിയന്ത്രിക്കാനോ, അമേരിക്കയെ പിടിച്ചു കെട്ടാനോ, അമേരിക്കയോട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനോ അല്ല അവർ പറയുക. അവർ അമേരിക്കയുടെ വാക്കും കേട്ട് നേരെ സമാധാനം ഉണ്ടാക്കാൻ പോകും. അങ്ങനെ സമാധാനം ചർച്ചിക്കാൻ പോയിട്ടാണ് ജൂൺ 15, 17 തീയതികളിലായി വെടിനിർത്തൽ കരാർ ഇപ്പോൾ നിലവിൽ വന്ന് കുറച്ചു കാലം പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടായത്. പക്ഷേ അവിടെയും ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് യുദ്ധം രൂക്ഷമാക്കി പൊടുന്നനെ ഹോർമുസിൽ ഒരു സ്ട്രൈക്ക് നടത്തി ഹോർമുസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും വികലമായ മുഖമാണ് നമ്മൾ ഈ യുദ്ധത്തിൽ കണ്ടത്. അതായത് ഇസ്രായേലിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേലിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയൊക്കെയാണ് താൻ യുദ്ധത്തിനിറങ്ങിയത് എന്ന് വരുത്തി തീർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ഹോർമുസ് കടലിടുക്കിന്റെ പരിപൂർണമായ നിയന്ത്രണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ. അതായത് കേവലം ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല ഇറാൻ ഓപ്പറേഷൻ, നേരെ മറിച്ച് ഇറാനെ തകർത്ത് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കി പരിപൂർണമായി ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് ശക്തമായ താക്കീതും തിരിച്ചടിയും വെല്ലുവിളിയും തന്നെയാണ് ഇറാൻ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ അമേരിക്ക അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ ഈ വിഷയം കൈകാര്യം ചെയ്തത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇത്രയും കാലം ഇങ്ങോട്ട് വന്നാൽ മാത്രം അങ്ങോട്ട് തിരിച്ചടി എന്നതായിരുന്നു ഇറാന്റെ ഒരു ലൈൻ. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇറാൻ അങ്ങോട്ട് കയറി ആക്രമിക്കുക, അങ്ങോട്ട് കയറി അടിക്കുക, പരമാവധി എതിരാളികൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുക എന്ന നിർണായകമായ നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ജോർദാനിലേക്ക് നടന്ന അതിതീവ്രമായ ആക്രമണം. അമേരിക്ക സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള, അതായത് അമേരിക്ക ഈ യുദ്ധത്തിൽ ഒരിക്കലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഭയാനകമായ എന്ന് വിളിക്കാവുന്ന തിരിച്ചടി തന്നെയാണ് അമേരിക്കയ്ക്ക് കിട്ടിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അമേരിക്കയുടെ വിമാനത്താവളങ്ങളടക്കം ജോർദാനിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർക്കുന്ന വിധത്തിലേക്ക്, 3 സൈനികർ കൊല്ലപ്പെടുന്ന വിധത്തിലേക്ക്, നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലേക്ക് അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സകല പ്രതിരോധ സംവിധാനങ്ങളും, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കുന്ന വിധത്തിലേക്ക് നിർണായകമായ ആക്രമണങ്ങളാണ് തുടർച്ചയായി ഇറാൻ നടത്തിയത്. കുവൈറ്റിലേക്കും സൗദിയിലേക്കും തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന വെല്ലുവിളിയും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഒപ്പം ഇനി ഏതെങ്കിലും തരത്തിലൊരു സമാധാന കരാറിലേക്ക് അമേരിക്ക വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, അമേരിക്കയെ പരമാവധി മുറിവേൽപ്പിക്കുന്ന വിധത്തിലേക്ക് ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെ ഇറാന്റെ കാര്യങ്ങൾ നീങ്ങും എന്നതിൽ സംശയമില്ല. ഇവിടെ ഇതിനെ എങ്ങനെ തിരിച്ചടിക്കും എന്നറിയാതെ വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 5.5 മണിക്കൂർ നേരം നീണ്ടുനിന്ന ആക്രമണമാണ് അമേരിക്ക ഇറാനിലേക്ക് നടത്തിയത്. പക്ഷെ ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തിയിട്ടും, അതായത് ഇറാനിലേക്ക്, ഇറാന്റെ ഖഷാമിലും ബന്ദർ അബ്ബാസിലുമൊക്കെ വ്യാപകമായ ആക്രമണം, ഏതാണ്ട് 5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആക്രമണം അമേരിക്ക നടത്തിയിട്ടും ഇറാൻ ഒരു തരത്തിലും അമേരിക്കയോട് വഴങ്ങുന്നതിൻ്റെ ഒരു സൂചനയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ശക്തമായ നിലയിൽ തിരിച്ചടിക്കുമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ ഈ യുദ്ധം നിർത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്.
എന്ന് മാത്രമല്ല ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് യുദ്ധം എന്ന നയം മാറ്റുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ ഇനി എവിടെ വേണമെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുമെന്ന സൂചന നൽകുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ, ഹോർമുസ് കടലിടുക്കിന്റെ തീരങ്ങളിലുള്ള കപ്പലുകൾ അടക്കം ആക്രമിക്കപ്പെടുമെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണത്തിൽ ഏറ്റവും പ്രധാനമായി തകർക്കപ്പെടുന്നത് ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളാണ്, ഊർജ കേന്ദ്രങ്ങളാണ്, പാലങ്ങളാണ്, റോഡുകളാണ്. അങ്ങനെ ജനജീവിതം ദുസ്സഹമാക്കി കൂടുതൽ ആളുകൾക്ക് പരിക്കേൽപ്പിച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കി മുട്ടുകുത്തിക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. പക്ഷേ അത് ഇറാനെ ഒരു തരത്തിലും പിന്നോട്ട് വലിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ പിന്നോട്ട് പോകാതെ ഇതെല്ലാം, ഈ നടക്കുന്ന ആക്രമണങ്ങൾക്കെല്ലാം പ്രതികാരം ചെയ്യണമെന്ന വാശിയിൽ തിരിച്ചടിക്കുകയാണ്. എന്ന് മാത്രമല്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയിലേക്ക് ഇനിയും ഉണ്ടാകും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല, പകരം ചോദിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം മുജ്തബ ഖാംനെയി അല്പസമയം മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം ശക്തമായി തന്നെ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അസന്നിഗ്ധമായി പറയുന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ഇറാനുമായി ഒരു ഒത്തുതീർപ്പിലേക്ക്, ഒരു സമവായത്തിലേക്ക്, ഈ പറയുന്ന മധ്യസ്ഥ രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് ഒന്നും ഇനി ഇറാനെ പ്രതീക്ഷിക്കേണ്ട. അതായത് ഒരു അന്തിമ യുദ്ധം എന്ന നിലയിലേക്ക്, അവസാനമായി ചെയ്യുന്ന യുദ്ധം, ഈ യുദ്ധത്തിൽ ഒന്നുകിൽ അമേരിക്ക, അല്ലെങ്കിൽ ട്രംപ്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്ന നിലയിലേക്ക് ഇറാൻ തങ്ങളുടെ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിതീവ്രമായ യുദ്ധമുറകളിലേക്ക് ഇറാൻ കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട അവരുടെ സൈലന്റ് ആയുധങ്ങൾ കൊണ്ടുവരുന്നു. ആയുധപ്പുരകളിൽ നിന്ന് ഇതുവരെ ലോകം കാണാത്ത ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ഇറാൻ നടത്തുന്നു. അങ്ങനെ ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലേക്ക് അമേരിക്കയെ വരിഞ്ഞു മുറുക്കുക, അമേരിക്കയെ പരമാവധി തകർക്കുക, ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ച് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കുറെ കൂടി കർശനമാണ്, അല്ലെങ്കിൽ കുറെ കൂടി ആക്രമണോത്സുകമാണ്. അതായത് ഹൂത്തികളെ കളത്തിലിറക്കുക, ചൈനയെയും റഷ്യയെയും പരമാവധി കളത്തിലിറക്കുന്ന വിധത്തിൽ അവരുടെ കൂടി സഹായത്തോടു കൂടി ഈ യുദ്ധം അതിതീവ്രമാക്കുക. ഹിസ്ബുള്ള അടക്കമുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കുക. കാരണം തങ്ങളും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രൂപ്പുകളും ചേർന്ന് മാരകമായ മറുപടി നൽകും എന്നാണ് ഇപ്പോൾ മുജ്തബ ഖാംനെയും ഇറാനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ പ്രോക്സി ഗ്രൂപ്പുകളാകാം, അതാണെങ്കിൽ ഹൂത്തികളാണ്, ചെങ്കടലടയ്ക്കും, അതുപോലെ തന്നെ റഷ്യയും ചൈനയും ഒക്കെ ഇറാനൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ കളത്തിലിറക്കിക്കൊണ്ട് ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് അമേരിക്കയ്ക്കൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഹോർമുസും സൂയസ് കനാലും ഒക്കെ അടച്ചുകൊണ്ട് വലിയ തോതിൽ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നിർണായകമായ പല നീക്കങ്ങളും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സാഹചര്യങ്ങൾ എന്നാണ് ഉയരുന്ന ഒരു വിലയിരുത്തൽ. അതായത് റഷ്യയും ചൈനയും ഹൂത്തികളും ഒക്കെ കളത്തിലിറങ്ങുന്ന വിധത്തിൽ ഒരു വിപുലമായ യുദ്ധം. അമേരിക്കയും ഒറ്റയ്ക്കല്ല, അമേരിക്ക നാറ്റോ സഖ്യത്തെ ഇറക്കുന്ന സാഹചര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് പിടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ അജണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യത്തെ ഇറക്കിക്കൊണ്ട് ഹോർമുസ് കടലിൽ കൂടുതലായിട്ടുള്ള പട്രോളിങ്ങും ഇറാനെതിരായ ആക്രമണവും ഒക്കെ അമേരിക്കയുടെ കയ്യിൽ പദ്ധതികളായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം അതിതീവ്രമാകുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ പ്രയോഗിക്കാനുള്ള സാധ്യതകൾ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇറാനും പിന്നോട്ടല്ല, ഇറാനും ഈ യുദ്ധം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ വഴികളും നോക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇറാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു യുദ്ധമായ, ഒരു മഹായുദ്ധം എന്ന പ്രതീതിയിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇറാൻ ഇനി ഒരിക്കലും ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് കബളിപ്പിക്കാനോ, ചർച്ചയെന്ന് പറഞ്ഞ് ഇറാനെ അനുനയിപ്പിക്കാനോ, എന്തെങ്കിലും ഓഫറുകൾ നൽകിക്കൊണ്ട് ഭാഗികമായെങ്കിലും ഇറാനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ് ട്രംപ്. അത് ട്രംപിനെ സംബന്ധിച്ച് യുദ്ധതന്ത്രങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് കൂടി തന്നെ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു.